ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ചിറ്റ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. തമ്പനയിൽ കണ്ട പോലെ വീട്ടിലെ പണികൾ കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യാൻ സമയം കിട്ടാത്തവർക്ക് ഞാൻ എൻ്റെ ലൈഫിൽ വർക്കൗട്ട് ആക്കിയ കുറച്ച് ടിപ്സാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ ഡെയിലി ലൈഫിൽ മാറ്റം വരുത്തിയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് വീട്ടിൽ കുട്ടികളുണ്ട്, ഇൻലോസ് ഉണ്ട്, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇവരുടെ പല കാര്യങ്ങളും, ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് അവരുടെ ഒപ്പം നിൽക്കേണ്ടി വരാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ ചെറുതാണ്, അതുപോലെ ഇൻലോസ് പ്രായമായ ആൾക്കാരാണ്, ഹസ്ബൻഡ് പുറത്താണ് വർക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്ന വൈഫിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുള്ളത് അവർക്ക് സ്റ്റിച്ചിങ് ഇഷ്ടമായിരിക്കും, പക്ഷേ വീട്ടിലെ കാര്യങ്ങളും സ്റ്റിച്ചിങ്ങും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം. സ്റ്റിച്ചിങ് അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമായിരിക്കും നമ്മൾ ചെയ്യുന്നത്, സ്റ്റിച്ചിങ് അവിടെ ഉപേക്ഷിച്ച് കംപ്ലീറ്റ്ലി നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഇതിനൊക്കെ മാറ്റം വരുത്താനായിട്ട് പറ്റും. ഇനി ആദ്യത്തെ ടിപ്പ് ഞാൻ പറയാം. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൂടുതൽ നല്ല സമയം ഞാൻ പറയും നൈറ്റാണെന്ന്. ഡിന്നറൊക്കെ കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യുന്ന സമയം സത്യം പറഞ്ഞാൽ ഗോൾഡൻ അവേഴ്സ് നമുക്ക് പറയാം. കാരണം ആ സമയത്ത് യാതൊരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഒരു 9:30 to 11:30 വരെ നമുക്ക് വിചാരിച്ച സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. മോർണിംഗിൽ സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് നേരത്തെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എന്നെ സംബന്ധിച്ച് മോർണിംഗിൽ നേരത്തെ എണീറ്റ് സ്റ്റിച്ച് ചെയ്യാനിരുന്നിട്ട് പിന്നെ കിച്ചണിൽ കയറിയിട്ട് ഫുഡ് ഉണ്ടാക്കാമെന്ന് പറയുക സത്യം പറഞ്ഞൊരു ഹാപ്പി മോഡിലായിരിക്കില്ല നമ്മൾ ചെയ്യുക. അപ്പോൾ നൈറ്റിൽ നമുക്ക് വർക്ക് ചെയ്യാവുന്ന അത് ഒരുപാട് നേരം വേണമെന്നില്ല. നമ്മുടെ രാത്രിയിലത്തെ ഫുഡും ഞാൻ പറഞ്ഞല്ലോ, ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു എന്താ പറയുക 9:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ ഫ്രീ ആവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കൊരു 2 hours ഇരിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ടൈമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വർക്കും പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഡിസ്റ്റർബൻസ് ഇല്ലാത്തതാണല്ലോ നമ്മൾ വർക്ക് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ശ്രദ്ധിക്കാവുന്നതേ. ഇനി ടിപ്പ് നമ്പർ 2 എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു കസ്റ്റമർ ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുവന്നു. അപ്പോൾ നമുക്കറിയാത്ത മോഡലാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ നല്ല മെറ്റീരിയൽ നിവർത്തിയിട്ടിട്ട് അതിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ ശ്രമിക്കരുത് ഒരിക്കലും. നമ്മൾ ഒരു പേപ്പർ കട്ടിങ്ങിൽ റഫായിട്ട് നമ്മളൊരു പേപ്പർ കട്ടിങ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ നല്ല മെറ്റീരിയൽ കട്ട് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മെറ്റീരിയൽ കട്ട് ചെയ്യാൻ നമുക്കറിയാത്ത മോഡൽ നമ്മൾ കട്ട് ചെയ്യാനിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് സമയം ആ മെറ്റീരിയൽ വെച്ചിരിക്കും. നമുക്കത് കറക്റ്റായിട്ട് ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തെറ്റോ എന്നുള്ള പേടി ഉണ്ടായിരിക്കും. അപ്പോൾ ഒത്തിരി സമയം നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ വേസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതെ പേപ്പർ കട്ടിങ്ങിൽ നമ്മൾ ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ അത് വെച്ചിട്ട് നമുക്ക് നല്ല മെറ്റീരിയൽ കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഒരുപാട് സമയം ലാഭിക്കും. ഞാൻ എൻ്റെ സമയം ഒരുപാട് അങ്ങനെ പോകാറുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് അറിയാത്ത മോഡൽ കൊണ്ടുവരുമ്പോൾ നമ്മളത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതൊരിക്കലും ചെയ്യാതിരിക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇനി ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത്, ഒരു ഡ്രസ്സ് തയ്ക്കാൻ കിട്ടുക, അതെന്തോ ഡ്രസ്സ് ആയിക്കോട്ടെ, അത് അന്ന് തന്നെ കട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. പിറ്റേക്ക് നമ്മൾ വെക്കാതിരിക്കാൻ നോക്കാം. കട്ട് ചെയ്ത് വെക്കാമെന്ന് വെച്ചാൽ നമ്മുടെ പകുതി പണി അവിടെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ അടുത്ത ഫ്രീ ടൈം നമുക്ക് എപ്പോഴാണോ കിട്ടുന്നത്, ചിലപ്പോൾ പിറ്റേ ദിവസം ചിലപ്പോൾ നമ്മൾ ഫ്രീ ആയിരിക്കില്ല, അതിൻ്റെ പിറ്റേ ദിവസമായിരിക്കും ചിലപ്പോൾ നമുക്ക് ഒഴിവ് കിട്ടുക. അപ്പോൾ ആ സമയം നമുക്ക് സ്റ്റിച്ച് ചെയ്യാന്നുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് നമ്മളത് കൊണ്ടുവന്നു, അതവിടെ വെച്ചു, അവിടെ വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ വേണം, സ്റ്റിച്ച് ചെയ്യാൻ വേണം. അപ്പോൾ നമ്മുടെ പണി നമുക്ക് ചിലപ്പോൾ അന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. ഇനി ടിപ്പ് നമ്പർ 4 എന്ന് പറഞ്ഞത്, കസ്റ്റമർ ഒരു ഡ്രസ്സ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുവന്നു, നെക്സ്റ്റ് വീക്ക് മതി എന്ന് പറയുകയാണെങ്കിൽ അത് അവിടെ തന്നെ വെക്കാതെ നമ്മൾ അന്ന് തന്നെ, ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ, നമ്മൾ മാക്സിമം അന്ന് തന്നെ കട്ട് ചെയ്യാനായിട്ട് നോക്കാമെന്നുള്ളത്. അത് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കൊടുക്കാമെന്ന് വിചാരിക്കും. അതായത് നമുക്ക് ദിവസം ഉണ്ടല്ലോ, ഇനിയിപ്പോൾ അതിൻ്റെ തലേദിവസം എടുത്താൽ മതിയില്ല എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാര്യങ്ങൾ വരും. ചിലപ്പോൾ വീട്ടിലെ കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ യാത്രകളായിരിക്കാം, ഇതൊക്കെ നമുക്ക് വരും. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമുക്ക് കിട്ടിയ വർക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്ത് തീർക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും കേട്ടോ. ഞാൻ ആദ്യങ്ങളിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ എനിക്ക് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ തന്നെ എൻ്റെ കാര്യങ്ങൾ ഇതുപോലെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ ഒരു സൈഡായി പോയി. അതുപോലെ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലെ നൈറ്റിലാണ് കൂടുതൽ. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് എന്താ പറയുക, വോയിസ് ഓവർ കൊടുക്കുന്നത് സമയം 12 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പക്ഷേ ഈ സമയത്ത് ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, വളരെ ഫ്രീ ആണ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് തന്നെയുള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നിങ്ങൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മാറ്റം വരുത്താനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടൻറ്റുകളോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. പിന്നെ ഏതെങ്കിലും മോഡൽസ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താഴെ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.